നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് നടത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് ഇപ്പോൾ കേരള പോലീസിന്റെ അന്വേഷണത്തിലാണ്. അതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതികൾ ഇപ്പോൾ ജയിലിലായിട്ടുണ്ട്. പ്രതികളെല്ലാം CPM പ്രവർത്തകരാണ്. ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ തകർക്കുകയും ED ഉദ്യോഗസ്ഥരെയും കേന്ദ്ര സേനാംഗങ്ങളെയും ആക്രമിക്കുകയും ചെയ്ത കേസിലാണ് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി ഈ CPMകാരായ പ്രവർത്തകരും അതുപോലെ തന്നെ പ്രാദേശിക നേതാക്കളും ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. അവരിൽ പലരും ജാമ്യത്തിന് അപേക്ഷിച്ചുവെങ്കിലും ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നത് എന്ന് ചൂണ്ടിക്കാട്ടി കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം കേസിലെ 9ാം പ്രതി നൽകിയ ജാമ്യാപേക്ഷയിൽ കോടതി പ്രതിക്ക് ജാമ്യം അനുവദിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും കേരള പോലീസിനെയും ഞെട്ടിച്ച ഒരു കോടതി വിധിയായിരുന്നു അത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കേസിൽ പ്രതിക്ക് ജാമ്യം ലഭിച്ചത് എന്ന് കേരള പോലീസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒരുപോലെ വിലയിരുത്തലുകൾ നടത്തുകയാണ്. പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചയാണ് ഇതിന് കാരണമെന്നും പ്രതിയുമായി പ്രോസിക്യൂഷൻ ഒത്തുകളിച്ചുവെന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. പോലീസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇതുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ പ്രോസിക്യൂട്ടർ T. ബീനാകുമാരിക്കെതിരെ പരാതി നൽകാനുള്ള ശ്രമത്തിലാണ്. പ്രതി CPMകാരനായ പ്രതിയുമായി പ്രോസിക്യൂട്ടർ ഒത്തുകളിച്ചുവെന്നും ഇതിന്റെ ഭാഗമായിട്ടാണ് പ്രതിക്ക് ജാമ്യം കിട്ടാനിടയായ സാഹചര്യം ഉണ്ടായതെന്നുമാണ് പോലീസ് വിലയിരുത്തുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ഇതേ വിലയിരുത്തലുകൾ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് ED. കേസിൽ കക്ഷി ചേരാൻ ED തീരുമാനിച്ചിട്ടുണ്ട്. കേസിൽ കക്ഷി ചേരാനുള്ള അപേക്ഷ ED ഉടൻ കോടതിക്ക് സമർപ്പിക്കുമെന്നാണ് സൂചന. ഇങ്ങനെ ED കക്ഷി ചേർന്ന് കഴിഞ്ഞാൽ ജയിലിൽ കിടക്കുന്ന സഖാക്കളെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ ബുദ്ധിമുട്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. CPIMന്റെ ഈ ഇടപെടൽ അതുകൊണ്ട് തന്നെ ജയിലിൽ കിടക്കുന്ന സഖാക്കൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. 26ഓളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും പ്രാദേശിക നേതാക്കളുമാണ് കേസിലകപ്പെട്ട് ജയിലിൽ കിടക്കുന്നത്. പിണറായി വിജയന്റെ വസതി റെയ്ഡ് ചെയ്ത് പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ കൂട്ടമായി CPM പ്രവർത്തകർ വളഞ്ഞുവെക്കുകയും ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു. കല്ലുകളും വടികളും കമ്പികളും ഉപയോഗിച്ച് ഈ ED ഉദ്യോഗസ്ഥർ വന്ന കാറുകൾ തകർത്തു. അവർക്ക് നേരെ വലിയ ആക്രമണമുണ്ടായി, അസഭ്യ വർഷമുണ്ടായി, ഭീഷണിയുണ്ടായി. യഥാർത്ഥത്തിൽ കൊലപാതക ശ്രമമാണ് ED ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്നിരിക്കുന്നത്. അതീവ ഗൗരവകരമായ കുറ്റകൃത്യം. കേന്ദ്ര ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ ഇന്റലിജൻസ് ഏജൻസികളും ഈ കേസിൽ എന്താണ് നടന്നത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിയിരുന്നു. കേരള പോലീസാണ് കേസ് നിയമപരമായി അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസിന്റെ ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിൽ വലിയ പോരായ്മകൾ ED ചൂണ്ടിക്കാട്ടിയിരുന്നു. ഗുരുതരമായ ഈ കുറ്റകൃത്യത്തിൽ ആരും രക്ഷപ്പെടരുത് എന്ന് EDക്ക് നിർബന്ധമുണ്ട്. കേന്ദ്ര ഏജൻസിയെ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കുറ്റമല്ല. തിരുവനന്തപുരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ ആഹ്വാനമനുസരിച്ചിട്ടാണ് നൂറുകണക്കിന് പ്രവർത്തകർ സംഭവസ്ഥലത്ത് തടിച്ചുകൂടുകയും EDയെ ആക്രമിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളവരെല്ലാം പ്രവർത്തകരാണെന്നും സാധാരണ പ്രവർത്തകരാണെന്നും സംഭവത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും CPM നേതാക്കളെ കൂടി പ്രതി ചേർത്ത് കേസ് അന്വേഷിക്കണമെന്നുമാണ് EDയുടെ ആവശ്യം. ഇതിനാണ് ED ഈ കേസുമായി ബന്ധപ്പെട്ട കത്ത് ആദ്യം കേരള പോലീസിന് നൽകുന്നത്. കേരള പോലീസ് EDയുടെ ഈ കത്തിനെ അതീവ ഗൗരവത്തോടു കൂടി തന്നെ പരിഗണിച്ചു. അതിനുശേഷം കേസ് അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. SIT അന്വേഷണം നടത്തി വരികയാണ്. ജയിലിൽ കിടക്കുന്ന പ്രതികളിൽ ചിലരെ ചോദ്യം ചെയ്യുകയും അവരിൽ നിന്നൊക്കെ ഈ ഉന്നത നേതാക്കളുടെ ഇടപെടൽ എങ്ങനെയുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ശേഖരിക്കുകയുമാണ്. നേതാക്കളും അതുപോലെ തന്നെ അണികളും ദീർഘനേരം സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ഈ സമയം കൊണ്ട് വ്യക്തമായ ഗൂഢാലോചന നടത്തുകയും ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ വ്യക്തമായ പദ്ധതി തയ്യാറാക്കുകയും ചെയ്തിരുന്നു എന്നാണ് ED വിലയിരുത്തുന്നത്. ആ നിലയിൽ കേസ് അന്വേഷണം നടത്തി ഈ ആക്രമണം നടത്തിയവരെയും നടത്തിച്ചവരെയും ഇരുമ്പഴികൾക്കുള്ളിലാക്കണമെന്നും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുമാണ് EDയുടെ ആവശ്യം. എന്നാൽ ആദ്യഘട്ടത്തിൽ ഉഴപ്പിയ പോലീസ് ഗൗരവമായി തന്നെ പിന്നീട് 2ാം ഘട്ടത്തിൽ അന്വേഷിക്കാൻ തുടങ്ങി. കാരണം EDയെ ആക്രമിച്ച കേസ് അത്ര നിസ്സാരമായ കേസല്ല. ഇത് രാജ്യത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യമാണ് എന്ന് ഈ കേസിൽ ജാമ്യത്തിന് പോയ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവേ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ കോടതി പറഞ്ഞിരുന്നു. അതായത് ഈ കുറ്റകൃത്യം അത് ഗൗരവമുള്ള കുറ്റകൃത്യമാണ്. രാജ്യത്തിനെതിരായിട്ടുള്ള ആക്രമണമാണ് നടന്നിരിക്കുന്നത്. കേന്ദ്ര ഏജൻസി ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കുറ്റമല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചാൽ
അക്രമത്തിന് പ്രോത്സാഹനം നൽകുന്നതിന് തുല്യമാണെന്നും അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇത്തരം കേസുകളിൽ ജാമ്യം നൽകാൻ പറ്റില്ലെന്നുമാണ് കോടതി നിലപാടെടുത്തിരുന്നത്. ഈ കോടതി നിലപാടിനെ തുടർന്നാണ് കേരള പോലീസ് അതിശക്തമായ അന്വേഷണം ഈ കേസിൽ നടത്തിയിരിക്കുന്നത്. നേതാക്കൾക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്നുവരെ കേരള പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷിച്ചു വരുന്നുണ്ട്. കാരണം ഇത് ഹൈക്കോടതിയിലും മറ്റ് മേൽക്കോടതികളിലുമെല്ലാം ചോദ്യം ചെയ്യപ്പെടാനുള്ള ഏറെ സാഹചര്യമുള്ള കേസാണ്. ഇത്തരം കേസുകളിൽ കോടതിയുടെ അഭിപ്രായം മറിച്ചായാൽ കേരള പോലീസിന് അതൊരു വലിയ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ കേസിൽ സഖാക്കളെ രക്ഷിക്കാനുള്ള യാതൊരു നടപടിയും ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും കേരള പോലീസ് എടുത്തിരുന്നില്ല. എന്നാൽ പിന്നീട് വിഷയം വാർത്തകളിൽ നിന്ന് മാഞ്ഞതോടുകൂടി കേസിൽ ചില ഇടപെടലുകൾ നടത്താൻ CPM ശ്രമിച്ചിരുന്നു എന്നാണ് ഇത്തരം വാർത്തകളിൽ നിന്നും വ്യക്തമാകുന്നത്. അതായത് CPM-കാരനായ ഈ കേസിലെ 9ാം പ്രതിയെ രക്ഷിക്കാനായി പ്രോസിക്യൂട്ടർ T. ബീനാകുമാരി ഒത്തുകളിച്ചു എന്ന് പോലീസ് പറയുമ്പോൾ അതിൽ പാർട്ടിയുടെ ഇടപെടൽ വ്യക്തമാണ്. ചിലരെയൊക്കെ കള്ള ഇടപെടലുകൾ കൊണ്ട് രക്ഷിച്ചെടുക്കാനാണ് പാർട്ടി ഇപ്പോൾ ശ്രമിക്കുന്നത്. മാത്രമല്ല ഈ കേസിൽ സീനിയർ നേതാക്കന്മാരാരും അകത്തുപോകാനും പാടില്ല. അതിനുള്ള രാഷ്ട്രീയ കളികൾ ഇപ്പോഴും ഈ CPM നടത്തുന്നുണ്ട്. CPM-ന് ഭരണമില്ല, ഭരണസ്വാധീനമില്ല. എങ്കിൽ കൂടി CPM ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. കാരണം കേസുകളിൽ പ്രോസിക്യൂട്ടർമാരായി വരുന്നവരെല്ലാം LDF-ന്റെ കാലത്ത് നിയമിതരായവരാണ്. അവരിൽ പലരും ഇപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ CPM-ന് കേസുകളിൽ വളരെ എളുപ്പത്തിൽ ഇടപെടാൻ കഴിയുമെന്ന സാഹചര്യം ഇപ്പോഴും സംസ്ഥാനത്തുണ്ട്. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് T. ബീനാകുമാരിയുമായി ഒത്തുകളിച്ചുകൊണ്ട് 9ാം പ്രതിക്ക് ജാമ്യം കിട്ടാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തത്. ഒടുവിലിതാ 9ാം പ്രതി ജാമ്യം കിട്ടി പുറത്തു പോകുന്നു. പോലീസ് ഈ ജാമ്യം കിട്ടിയത് പ്രോസിക്യൂഷനുമായിട്ടുള്ള ഒത്തുകളി കൊണ്ടാണ് എന്ന് അസന്ദിഗ്ധമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ കേസിൻ്റെ പിന്നാലെ തന്നെയുണ്ട്. കേസിൻ്റെ ഓരോ ഘട്ടവും നിരീക്ഷിച്ചറിയുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മാത്രമല്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം രഹസ്യാന്വേഷണ ഏജൻസികളും ഈ കേസിൻ്റെ പിന്നാലെയുണ്ട്. പോലീസ് ഏതെങ്കിലും തരത്തിൽ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ടോ, ഈ കേസ് അട്ടിമറിക്കാൻ ബാഹ്യ സമ്മർദ്ദം നേരിടുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ഏജൻസികളും നിരീക്ഷിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിലാണ് 9ാം പ്രതി അയത്നലളിതമായി ജാമ്യം വാങ്ങിപ്പോകുന്നത് നമ്മൾ കാണുന്നത്. ആ ജാമ്യം റദ്ദാക്കാനാണ് ഇപ്പോൾ പോലീസിൻ്റെ ശ്രമം. ജാമ്യം റദ്ദാക്കാനുള്ള അപേക്ഷ പോലീസ് കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും CPIM-ന്റെ ഈ ഇടപെടൽ ജയിലിൽ കിടക്കുന്ന മറ്റു പ്രതികളെ സംബന്ധിച്ചിടത്തോളം അതൊരു കൂടുതൽ നിയമക്കുരുക്കിലേക്ക് പോവുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ സംഭവം നടന്നതോടുകൂടി കേസിൽ കക്ഷി ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ കേസിൽ കക്ഷി ചേർന്നു കഴിഞ്ഞാൽ കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഭിഭാഷകൻ മുഖേന ഓരോ തവണയും തങ്ങളുടെ തീരുമാനവും തങ്ങളുടെ അഭിപ്രായവും അറിയിച്ചുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ടെങ്കിൽ കോടതിയിൽ ED അത് ചോദ്യം ചെയ്യും. അങ്ങനെയായാൽ കേസിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ നിരന്തരം നടന്നാൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിന് വേണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ആവശ്യപ്പെടും. കോടതി അത് അംഗീകരിച്ച് നൽകിയാൽ പിന്നെ അന്വേഷണം നടത്തുന്നത് കേരള പോലീസ് ആവില്ല, മറിച്ച് മോദിയുടെ ഏജൻസികളായിരിക്കും. കേന്ദ്ര ഏജൻസികൾ കേസ് അന്വേഷണത്തിന് വന്നു കഴിഞ്ഞാൽ എവിടെയാണോ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അവിടേക്ക് ജയിലിൽ കിടക്കുന്ന സഖാക്കളെ കൊണ്ടുപോകും. തീഹാറിലെങ്കിൽ തീഹാർ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലെ ജയിലുകളെങ്കിൽ അവിടേക്ക് കൊണ്ടുപോയാൽ സഖാക്കളുടെ ജീവിതം ദുരിതപൂർണമാകും. സഖാക്കൾക്ക് മാസങ്ങളോളം ഈ ജാമ്യം ലഭിക്കാതെ അവിടെ കിടക്കേണ്ടി വരും, ഏകാന്തവാസം അനുഭവിക്കേണ്ടി വരും. കേരളത്തിലെ ജയിലുകളിൽ കിട്ടുന്നത് പോലെ മുറിബീഡിയും കഞ്ചാവും അതുപോലെ തന്നെ മദ്യവും മൊബൈൽ ഫോണും ഒന്നും മറ്റു സംസ്ഥാനങ്ങളിലെ ജയിലുകളിൽ ഇവർക്ക് ലഭിക്കാൻ പോകുന്നില്ല. ജീവിതം ഇരുളടഞ്ഞതാകും. വിചാരണ എപ്പോൾ നടക്കുമെന്ന് കാത്തിരുന്ന് ജയിലുകളിലെ അഴി എണ്ണിത്തീർക്കേണ്ടി വരും. ജീവിതം തന്നെ ദുസ്സഹമാകുന്ന സാഹചര്യത്തിലേക്ക് വരും. കേരളത്തിലെ പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ പാർട്ടി പ്രവർത്തനം പ്രതിസന്ധിയിലാകും. പക്ഷേ ഇതിനെല്ലാം വീണ്ടും CPM അബദ്ധം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ അവരുടെ കടമയാണ് നിർവഹിച്ചത്. ആ കടമ നിർവഹിക്കാൻ അവരെ അനുവദിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ 26ഓളം സഖാക്കൾ ജാമ്യമില്ലാതെ ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു. അവരെ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, അവർക്കെതിരെ വധശ്രമമടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ആദ്യം സഖാക്കൾ ചെയ്തു. റെയ്ഡ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്ന ആനമണ്ടത്തരമാണ് ആദ്യം CPM ചെയ്തത്. നേതാക്കളുടെ, പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിലെ നേതാക്കന്മാരുടെ ആഹ്വാനപ്രകാരമാണ് അങ്ങനെയൊരു ആക്രമണം നടന്നത്. പിന്നീട് ഇപ്പോൾ പ്രോസിക്യൂട്ടർമാരെ സ്വാധീനിച്ച് പ്രതികൾക്ക് ജാമ്യം നേടാനുള്ള ശ്രമവും നടത്തിയിരിക്കുന്നു. ഇത്തരം രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായാൽ ED അത് വ്യക്തമായി തന്നെ കോടതിയിൽ ചൂണ്ടിക്കാണിക്കും. അങ്ങനെ ചൂണ്ടിക്കാണിച്ചാൽ കേന്ദ്ര അന്വേഷണത്തിന് ഉത്തരവിടാൻ
കോടതികൾക്ക് പ്രയാസമൊന്നുമില്ല. അങ്ങനെ ഒരു ഉത്തരവ് വന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ ജയിലുകളിൽ ആണെങ്കിലും സുഖമായി കഴിയുന്ന സഖാക്കളെ ഇവിടെ നിന്ന് പൊക്കി മാറ്റി തീഹാർ ജയിലിലേക്കോ ഉത്തർപ്രദേശിലെയോ മഹാരാഷ്ട്രയിലെയോ ഇരുളടഞ്ഞ ജയിലുകളിലേക്കോ സഖാക്കളെ മാറ്റുക തന്നെ ചെയ്യും കേന്ദ്ര ഏജൻസികൾ. അങ്ങനെ വരാതിരിക്കാൻ മണ്ടത്തരം ഒഴിവാക്കുകയാണ് CPM ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ CPM മണ്ടത്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് വിചാരിക്കാതെ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്താൻ ശ്രമിക്കുന്നത് CPMന് അബദ്ധമായി മാറുകയുള്ളൂ. അതിൻ്റെ ആദ്യ സൂചന എന്നോളമാണ് ED കേസിൽ കക്ഷി ചേരാൻ നൽകിയിരിക്കുന്ന അപേക്ഷ. കക്ഷി ചേർന്നു കഴിഞ്ഞാൽ ED കോടതിയിൽ നടക്കുന്നത് എന്താണ് എന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കാനും കൃത്യസമയത്ത് തന്നെ കോടതിയിൽ തങ്ങളുടെ അഭിപ്രായങ്ങളെ അറിയിക്കാനും സാധിക്കും. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജയിലിൽ കിടക്കുന്ന സഖാക്കളെ ബുദ്ധിമുട്ടിലാക്കും.